ഹരേ കൃഷ്ണ. നിർജ്ജല ഏകാദശി ജൂൺ 6 വെള്ളിയാഴ്ചയാണ് ആഘോഷിക്കുന്നത്. എല്ലാ ഏകാദശികളിലും ഏറ്റവും പുണ്യമുള്ളതാണ് നിർജ്ജല ഏകാദശി. ഈ ദിവസം ജലപാനവും ഭക്ഷണവുമില്ലാതെ ഉപവാസം ആചരിക്കുന്നത് മഹത്തായ വിശേഷം തന്നെയാണ്. ഒരൊറ്റ നിർജ്ജല ഏകാദശി വ്രതം ബാക്കി 24 ഏകാദശികളുടെ ഫലം നൽകുന്നു. പാപങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നുമുള്ള മോചനം നേടുവാൻ ഏറ്റവും ഉത്തമമായ ദിനം. വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും കഴിയുന്നത്ര തവണ വിഷ്ണുനാമം ജപിക്കുക. വിഷ്ണു സ്തോത്രങ്ങൾ, അഷ്ടോത്തരം, വിഷ്ണു സഹസ്രനാമം എന്നിവ ജപിക്കുക. കൂടാതെ ഭാഗവതം, നാരായണീയം എന്നിവ പാരായണം ചെയ്യുക. വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും വിഷ്ണുനാമം ജപിക്കുകയും വിഷ്ണു സ്തോത്രങ്ങൾ, അഷ്ടോത്തരം, വിഷ്ണു സഹസ്രനാമം എന്നിവ ജപിക്കുന്നതും സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകുന്നു. കൂടാതെ ഭാഗവതം, നാരായണീയം എന്നിവ പാരായണം ചെയ്യുക. സാധ്യമാകുന്ന അവസരങ്ങളിലെല്ലാം ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രവും ജപിക്കുക. ഏകാദശി തിഥി തുടങ്ങുന്നത് ജൂൺ 6 രാവിലെ 2:15. ഏകാദശി തിഥി അവസാനിക്കുന്നത് ജൂൺ 7 രാവിലെ 4:47. ഏകാദശി വ്രതം എടുക്കേണ്ടത് ജൂൺ 6 വെള്ളിയാഴ്ചയാണ്. പാരണ സമയത്തിന് വ്യത്യാസമുണ്ട്. ജൂൺ 7 ഉച്ചയ്ക്ക് ശേഷം 1:37 4:08 അകം നിങ്ങൾ പാരണ വീടുക. അപ്പോൾ എല്ലാവരും കഴിയുന്നവരെല്ലാവരും ഏകാദശി വ്രതം, ഈ നിർജ്ജല ഏകാദശി വ്രതം എടുക്കുക. നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് എടുക്കണം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.